ഈ കാണുന്നത് ഇവിടുത്തെ ലോട്ടറി പരിപാടിയാണ്. കണ്ടോ, അവിടെ ഒരാൾ ഗെയിം കളിച്ച് കാശുണ്ടാക്കുകയാണ്. ഞാൻ അതിലേക്കൊന്നും പോയിട്ടില്ല, കാരണം അത് ഇത്തിരി കോസ്റ്റ്ലിയാണ്. പിന്നെ ഞാൻ പറഞ്ഞ സർപ്രൈസ് ഇതായി കിടക്കുന്നതാണ്. ഈ ഹോട്ടലിൻ്റെ പേര് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കി വെച്ചോ. ഇതിനെക്കുറിച്ചുള്ള വീഡിയോ നാളെ ഡേ ടൈമിൽ എടുക്കുമ്പോൾ അതിൻ്റെ വിശദമായി പറഞ്ഞു തരാം. ഇതാ കാണുന്ന വാതിൽ ഒന്ന് ശ്രദ്ധിച്ച് വെച്ചോളൂ കേട്ടോ. അവിടെയൊക്കെയുള്ള വിശദമായ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഒരു സർപ്രൈസായി വെച്ച് അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ ബിൽഡിങ്ങൊക്കെ ഒന്ന് ഓർത്ത് വെച്ചോ കേട്ടോ. പ്രത്യേകിച്ച് ഇതാ കാണുന്ന ഡോർ, ഇതവിടുത്തെ ഷെഫാണ്. ഇതാണ് ഹോട്ടൽ. ഈ ഹോട്ടലിൻ്റെ അവിടുന്ന് ഈ സൈഡിലോട്ട് പോകുന്ന വഴിയുണ്ട്. ആ വഴി നേരെ ബസ് സ്റ്റാൻഡിലേക്കാണ്. ബുജീബ ബസ് സ്റ്റാൻഡിലേക്കുള്ള വഴിയാണ്. ബസ് സ്റ്റാൻഡ് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. ഇതാണ് ബുജീബ ബസ് സ്റ്റാൻഡിലേക്കുള്ള വഴി. ഇതാണ് ബുജീബ ബസ് സ്റ്റാൻഡിലേക്കുള്ള വഴി. ഞാൻ ഈ ബസ് സ്റ്റാൻഡിലേക്ക് പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കാട്ടിത്തരാം. അധികം ലാഗടിപ്പിച്ച് നിങ്ങളെ കൊല്ലുന്നില്ല, എന്നാലും കുറച്ചൊക്കെ നിങ്ങൾ എന്നെ സഹിച്ചേ പറ്റൂ. വണ്ടി വരുന്നുണ്ട്, അപ്പോൾ ഇതിലേ പോകാം. കാര്യം തണുപ്പ് തുടങ്ങിയെന്നുണ്ടെങ്കിലും അത്യാവശ്യം ആളുകളൊക്കെ ഇവിടെ നേരത്തെ കണ്ടില്ലേ, ഐസ്ക്രീം കഴിക്കാൻ ഈ തണുപ്പ് നേരത്തെ ആൾക്കാർ കയറിയിരിക്കില്ലേ, അതുപോലെ കയറിയിരിക്കുന്നുണ്ട്. ഇത് ബസ് സ്റ്റാൻഡിലേക്കുള്ള വഴിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എൻ്റെ റൂമിൻ്റെ അവിടെ നിന്ന് വെറും 3/4 കിലോമീറ്ററേ ഉള്ളൂ ബസ് സ്റ്റാൻഡിലേക്ക്. പക്ഷേ ഇതിലേ വളഞ്ഞു വരുമ്പോൾ ദൂരം കൂടുതലായിട്ട് നിങ്ങൾക്ക് തോന്നാം. അതെൻ്റെ കുറ്റമല്ല, സത്യമാണത്. വളഞ്ഞു മൂക്ക് പിടിച്ചതാണ്. ഇതൊക്കെ ഇവിടുത്തെ ബസ് സ്റ്റാൻഡിലേക്കുള്ള വഴിയിലെ ഷോപ്പുകളും കാര്യങ്ങളുമാണ്. നിങ്ങൾക്ക് കണ്ടാസ്വദിക്കാം. ഞാൻ നേരത്തെ നോക്കി വയ്ക്കാൻ പറഞ്ഞ ഹോട്ടലിൻ്റെ ഏകദേശം രൂപം ആയിട്ടുണ്ട്. അപ്പോൾ ഉണ്ടോ, ക്രിസ്മസ് ആയ കാരണം അവിടെ ക്രിസ്മസിൻ്റെ തൊപ്പികളും ആ കിടക്കുന്ന ചോപ്പ് ഇതെല്ലാം ക്രിസ്മസിൻ്റെ തൊപ്പികളാണ്. അതെല്ലാം വിൽപ്പനയ്ക്കായിട്ടുള്ളതാണ്. ഇതാണ് ഞാൻ നേരം വെളുപ്പിന് 4 മണിക്ക് എണീറ്റ് 5 മണിക്കുള്ള ബസ് കയറി ജോലിക്ക് പോകുന്ന ബസ് സ്റ്റാൻഡിലേക്കുള്ള വഴി. ഇവിടെ ഇത്തിരി കാശ് കൂടുതലാണ് സാധനങ്ങൾക്കൊക്കെ, കാരണം ബസ് സ്റ്റാൻഡും ടൂറിസ്റ്റ് പ്ലേസിൻ്റെ മെയിൻ ഏരിയകളാണ് ഇതൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇത്തിരി കാശ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് കോസ്റ്റ്ലിയാണ്. എന്നാലും ഇവിടെ സീസണൊക്കെ കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഓഫറുകളും കുറവിനൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ കാണുന്നതാണ് ടിപ്സി എന്ന് പറയുന്ന ഷോപ്പ്. അത്യാവശ്യം ഒരുവിധം എല്ലാ കാര്യങ്ങളും ആ ഷോപ്പിൽ നമുക്ക് കിട്ടും. ഇവിടെ കൂടുതലും റെസ്റ്റോറൻറ്റുകളാണ്, കാരണം മാൾട്ടീസുകാർ മെയിനായിട്ടും വൈകുന്നേരങ്ങളിൽ ഭക്ഷണം കഴിച്ച് മദ്യപിച്ചിരിക്കലാണ് ഇവരെ മെയിനായിട്ടുള്ള വിനോദം. ഇതാണ് ഞാൻ പറഞ്ഞ ബസ് സ്റ്റാൻഡ്. എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബസ് സ്റ്റാൻഡ് പൂർണ്ണമായിട്ട് കാണിക്കണമെങ്കിൽ ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റായിട്ട് പോലീസ് സ്റ്റേഷൻ ഉണ്ട്. ഇതാണ് മാൾട്ട പോലീസ് സ്റ്റേഷൻ. ഇതാണ് പോലീസിൻ്റെ വണ്ടി. ഇതാണ് പോലീസ് സ്റ്റേഷൻ വരുന്നത്. വീഡിയോ എടുത്തു കഴിഞ്ഞാൽ എന്നെ പിടിച്ച്
അകത്താക്കുമെന്ന് അറിയില്ല. ഇതാണ് മാൾട്ട ബസ് സ്റ്റാൻഡിൻ്റെ ഉൾവശം. ഇത് ബുജീബ ബസ് സ്റ്റേഷൻ എന്നാണ് ഈ ബസ് സ്റ്റേഷനെ പറയണത്. ഇതാണ് കാലത്ത് നമ്മൾ കണ്ട 31 നമ്പർ ബസ് ഇവിടെ അടുത്ത ട്രിപ്പിന് വേണ്ടിയിട്ടിരിക്കുകയാണ്. 31 നമ്പറാണ്. എൻ്റെ മൊബൈൽ അത്ര നല്ല മൊബൈലല്ലാത്തതുകൊണ്ട് കാര്യമായിട്ട് ക്ലിയർ ആവില്ല, ക്ഷമിക്കണം. ഇത് വേറൊരു ട്രിപ്പ് പോകാൻ വേണ്ടി ഇട്ടിരിക്കുന്ന ബസ്സാണ്. കണ്ടോ, ഇത് ബുജീബ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ആ സ്ഥലത്തിൻ്റെ ബസ്സിൻ്റെ പേരും നമ്പറും കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ബസ് സ്റ്റേഷൻ്റെ ഉള്ളിൽ. ഇതാണ് ബുജീബ ബസ് സ്റ്റേഷൻ്റെ ഉള്ളിൽ വരുന്നത്. ഈ കാണുന്ന ആദ്യത്തെ റോയിൽ നിന്നും തന്നെ നമുക്ക് വീഡിയോ തുടങ്ങാം. ബസ് സ്റ്റേഷൻ്റെ ഉള്ളിലെ വിശേഷം. ഈ കാണുന്ന ബുജീബ ബസ് ബേ 3 എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ നമ്പർ എഴുതിയിരിക്കുന്നുണ്ടോ, വലേട്ട, മേറ്റഡേ, ഈ 2 സ്ഥലത്തേക്കുള്ള ബസ്സുകളാണ് ഇവിടെ വന്ന് നിൽക്കുക. അതിനുശേഷം ഇതാണ്ടോ, ഈ കാണുന്ന ബേ 4ലാണ് വലേട്ട 48ഉം 45ഉം ഒക്കെ ടൈം എഴുതി വച്ചിരിക്കുന്നുണ്ടോ. ഇതുപോലെ നമുക്ക് കാണാം. ഇവിടെയാണ് ഞാൻ കാലത്ത് വന്ന് വെളുപ്പിന് 5 മണിക്കുള്ള ബസ് കയറാനായിട്ട് വന്ന് നിൽക്കുന്നത്. ഈ ഒരു സ്ഥലത്താണ് ഞാൻ കാലത്ത് 5 മണിക്ക് വന്ന് ക്യൂ നിൽക്കണം അവിടെ. എന്നാലാണ് നമുക്ക് ബസ്സിൽ കയറാൻ പറ്റുള്ളൂ. ഇത് ബസ് ബേ 5. ഇത് ഞാനധികം പോവാത്ത സ്ഥലങ്ങളാണ്. കിർക്കാവ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരെയാണ് കാണുന്നത്. ഇത് ബസ് ബേ 6. नहीं थोड़ा वीडियो दिखा रहा हूँ. ഒരു ബായി ചോദിക്കുക എവിടേക്കാണ് പോണേന്ന്. ഇതാണ് ബസ് ബേ 7. ഇവിടെ 203 TD13 വലേറ്റ വണ്ടിയും 203 സ്ലീമ വണ്ടിയൊക്കെ ഇവിടെയാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇത് പോകാൻ വേണ്ടി കാത്തു നിൽക്കുന്നതാണ്. മാൾട്ടയിൽ 24 മണിക്കൂറും ബസ് ഉണ്ട് എന്ന് പറയുന്നില്ല. എന്നാൽ അത്യാവശ്യം എല്ലാ ടൈമിലും ഇവിടെ ഒന്ന് ബസ്സുണ്ട്. ഇവിടെ നമുക്ക് പൈസ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ പൈസ ഇട്ട് കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന നമ്പർ അടിച്ചു കഴിഞ്ഞാൽ ആ പൈസ ഇട്ട അടിയിൽ ആ ബോട്ടിൽ വീഴും. ഇതും അതുപോലെ തന്നെയാണ്. അവിടെ പൈസ ഇട്ട് കഴിഞ്ഞാൽ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ ആ നമ്പറിലുള്ള ഇത് 34 ആണെങ്കിൽ 34 നമ്പർ അടിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്ന സ്ഥലത്ത് അത് താഴെ വീഴുന്നതാണ്. ഇവിടെ എല്ലാവരും ബസ് കാത്ത് നിൽക്കുന്ന ഇതിലാണ്. ഇതാ ഒരു വലേട്ട വണ്ടി വരുന്നുണ്ട് 48. കണ്ടോ, ആ വണ്ടി കറക്റ്റ് വന്നിട്ട് ഈ ബസ് പേയിൽ വന്ന് നിൽക്കും. അപ്പോൾ ആളുകൾ ചെന്ന് അതിൽ കയറുന്നത് ഞാൻ കാലത്ത് കാട്ടി തന്നു. അപ്പോൾ ബസ്സിൽ കയറി പോവുക. ഈ ബസ് കുറച്ച് നേരം ഇവിടെ വെയിറ്റിംഗ് ഉണ്ട്. ഇനി 9:18 ഈ വണ്ടി ഇവിടുന്ന് പോവുള്ളൂ. അതുവരെ ഈ വണ്ടി ഇവിടെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ബസ് സ്റ്റേഷൻ ഏകദേശം കണ്ടു കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഇത് മാൾട്ടയിലുള്ള
ആളുകൾക്ക് വേണ്ടിയുള്ള ഒന്നാണ്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുത്തു തരാം. ഇവിടെ നിന്നും ഏതൊക്കെ ബസ് ഏതൊക്കെ ടൈമിൽ എവിടേക്കൊക്കെ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് ഇത്. ബസ് ബേ 2, 3 ഏതൊക്കെ ബസ് ഏതൊക്കെ നമ്പറിലാണെന്നുള്ളതിൻ്റെ ഒരു ഹായ് ബായ് सर नो ड्यूटी टुडे? नहीं, मैं तो माल्टा पोस्ट में ज्वाइन किया ना. इधर छोड़ दिया? हाँ, कितना दिन हो गया, 1 महीना हो गया अभी. माल्टा पोस्ट में अभी? हाँ, അതെൻ്റെ ഹോട്ടലിലെ ഒരു സപ്ലയറാണ്. ഉണ്ടാവും. ഇത് മാൾട്ടയിലുള്ള ആളുകൾക്കുള്ളതാണ്. ബുജീബ ബേ 4, ബുജീബ ബേ 5, ബേ 6 എന്നുള്ള സ്ഥലങ്ങളിൽ എവിടേക്കൊക്കെ പോകുന്നുണ്ട്, ഏതൊക്കെ നമ്പർ ബസ്സാണെന്നുള്ളതാണ്. ഇത് ബുജീബ ബസ് ബേ 7, 8 ഏതൊക്കെ നമ്പർ ഏതൊക്കെ സ്ഥലത്തേക്ക് പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു വിശദ വിവരമാണ്. ഇത് എല്ലാ ഏരിയയിലേക്കും പോകുന്ന, എനിക്ക് തോന്നുന്നു ഇതായിരിക്കും കൂടുതലും മാൾട്ടയിലുള്ളവർക്ക് ഗുണം ചെയ്യുന്ന ഒരു വിഷ്വൽ. കാരണം ഇതാകുമ്പോൾ ഏതൊക്കെ ബസ് ഏതൊക്കെ സ്ഥലത്തേക്ക് ഏതൊക്കെ നമ്പർ ബസ് പോകുമെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പേജാണ്. ഇതെല്ലാവരും ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ്, പ്രത്യേകിച്ച് മാൾട്ടയിലുള്ളവർ. അപ്പോൾ നിങ്ങൾക്ക് ഈ ബസ് ബേയിൽ ഏതൊക്കെ നമ്പർ ബസ് ഏതൊക്കെ ബേ നമ്പറിൽ വരും എന്നുള്ളത് കറക്റ്റായിട്ട് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ ഒന്നും കൂടി സൂം ചെയ്ത് മാൾട്ടയിലുള്ളവർക്കായിട്ട് വേണമെങ്കിൽ ഞാനൊന്ന് എടുത്ത് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് ബേ നമ്പറിൽ ഏത് ബസ്സൊക്കെ നിൽക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വിശദ വിവരം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇത്രയും ബസ്സുകൾ ഇതിൽ വന്നു പോകുന്നുണ്ട്. ഇനി ബസ് തിരിച്ചിറങ്ങിപ്പോകുന്ന വഴി നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇതാണ് ബസ് ബേ. ഇവിടെ നിന്നും നേരെ ബസ് ഇറങ്ങി ഇതുവഴി നേരെ ബീച്ച് വഴിയിലൂടെ ഞാൻ കാലത്ത് കാണിച്ച ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്ന വഴിയാണ്. ഉണ്ടോ, മാൾട്ട എന്ന് പറഞ്ഞാൽ നൈറ്റ് ലൈഫാണ് ഇവിടെ. ഇവിടെ ഏർലി മോർണിംഗ് 3 മണിക്കായാലും അത്യാവശ്യം ആളുകളെല്ലാം ഇവിടെ ഉണ്ടാവും. പിന്നെ മാൾട്ട എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഇവിടുത്തെ പോലീസുകാർക്ക് കാര്യമായിട്ടുള്ള പണിയൊന്നുമില്ല. കാരണം ഇവിടെ ക്രിമിനലുകളും കാര്യങ്ങളും വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ധൈര്യപ്പെട്ട് ഏത് പാതിരാത്രിക്കും നമുക്ക് ഇറങ്ങി നടക്കാം എന്നുള്ളൊരു ഗുണമുണ്ട്. കണ്ടോ, വെളുപ്പിന് 3 മണിക്കൊക്കെ ഞാൻ ജോലി കഴിഞ്ഞ് ഈ വഴിയൊക്കെയാണ് എൻ്റെ റൂമിലേക്ക് പോകാറ്. എൻ്റെ ജോലിയെ സംബന്ധിച്ചുള്ളൊരു കാര്യം, ഇവിടെ വന്നിട്ട് ചെയ്ത ജോലിയെ സംബന്ധിച്ചുള്ള കാര്യം ഒരു സർപ്രൈസായിട്ട് ഇരുന്നോട്ടെ. അത് നിങ്ങൾക്ക് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞു തരാം. ഞാൻ എന്തായാലും നുണ പറഞ്ഞ് നിങ്ങളെ പറ്റിക്കില്ല. ഞാൻ എൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്തോ ഒന്നുമല്ല, ലൈവായിട്ട് നടന്ന് എൻ്റെ വായ്നാക്കുകൊണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുക്കണത്. ഇതിലൊരു എഡിറ്റിങ്ങോ ഒന്നുമില്ല. ആർക്കും എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി വെച്ച് പരിശോധിക്കാം. എനിക്ക് ഞാൻ പറയുന്ന ഡയലോഗ്സിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ, അവിടെ നിന്ന് വലത്തോട്ടൊരു ബസ് പോയത് കണ്ടോ, അത് സ്ലീമ സെൻറ്റ് ജൂലിയൻ ഭാഗത്തേക്ക് പോകുന്ന ബസ്സാണ്. ഇവിടെ നിന്ന് ഇടത്തോട്ടേക്ക് പോകുന്ന ബസ് വലേറ്റ കിർക്കാവ ഭാഗത്തേക്കുള്ളതാണ്. ഇതെല്ലാം വീടുകളാണ്. ഇത് നേരെ കാണുന്നത് ബീച്ചാണ്. ഇത് ബുജീബ എന്ന് പറഞ്ഞാൽ മാൾട്ടയുടെ നോർത്തേൺ റീജിയൻ ആയിട്ട് വരും എന്നാണ് ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ കണ്ടത്. തെറ്റുണ്ടെങ്കിൽ മാൾട്ടയിലുള്ളവർ എന്നോട് ക്ഷമിക്കുക. ഇത് ബുജീബ 223 ബസ്സാണ് ഈ വരുന്നത്.
അത് സെഞ്ചൂരിയൻ ഭാഗത്തു നിന്നാണ് വരുന്നതെന്നാണ് എൻ്റെ ഓർമ്മ. നേരത്തെ കാണിച്ച ബോർഡിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ 223 നമ്പർ എവിടെ നിന്ന് വരുന്ന ബസ്സാണെന്ന് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാകും. ഇത് നമ്മളിപ്പോൾ ബീച്ച് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ, ബീച്ച് എത്തിയിരിക്കുകയാണ്. രാത്രി ആയതുകൊണ്ട് ബീച്ചിലെ കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല. എന്നാലും നിങ്ങൾക്ക് നൈറ്റ് ലൈഫ് മാൾട്ടയുടെ കാണിക്കണം എന്നുള്ളതുകൊണ്ട്, നിങ്ങളെ കാണിച്ചു തരണമെന്ന് ആത്മാർത്ഥമായ ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ കാണിച്ചു തരുന്നതാണ്. ഇത് ഇവിടുത്തെ കാസിനോ ആണ്. കാശ് കളയാൻ നമ്മുടെ ഒരു 10 പൈസ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇതുവരെ ഇവിടേക്ക് കയറിയിട്ടില്ല. ഉള്ളിൽ ഒരുപാട് ആളുകൾ കളിച്ച് കാശ് കളയുന്നുണ്ട്, കാശ് ഉണ്ടാക്കുന്നുണ്ട്. ഒരു കാര്യം കൂടി, നിങ്ങൾ ഈ വഴി കൂടി ഒന്ന് ശ്രദ്ധിച്ചു വെച്ചോ. ഒരു സർപ്രൈസ് ഉണ്ട്, അതെൻ്റെ അടുത്ത വീഡിയോയിൽ പറയാം. അതുപോലെ ഈ കാണുന്ന തെരുവുകളും ഈ കാണുന്ന ഹോട്ടലിൻ്റെ ഈ വശങ്ങളും നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ഓർത്ത് വെച്ചോ. അവിടെയും ഒരു സർപ്രൈസ് കിടക്കുന്നുണ്ട്, അതെൻ്റെ അടുത്ത വീഡിയോയിൽ വരും. ഈ ഹോട്ടലിൻ്റെ പേരാണ് കോറ. DoubleTree ഹിൽട്ടൺ ഹോട്ടലിൻ്റെ തന്നെ ഒരു സബ് ഡിവിഷൻ പോലെ പ്രവർത്തിക്കുന്നതാണ് ഈ കോറ എന്ന് പറയുന്ന ഹോട്ടൽ. അതുകൂടാതെ അവിടെ മദ്യമൊക്കെ ഇരിക്കണ കണ്ട മക്കളെ ഉണ്ടോ? അതുകൂടാതെ അപ്പുറത്ത് വേറൊരു ഹോട്ടലുണ്ട്, DoubleTree ഹിൽട്ടൺ ഹോട്ടലിൻ്റെ സബ് ഡിവിഷനായിട്ട് പ്രവർത്തിക്കുന്നതാണെന്ന് തോന്നുന്നു. ഈ ഹോട്ടലിൻ്റെ പേര്, ഈ സബ് ഡിവിഷൻ്റെ പേരാണ് സാബി എന്ന് പറയും. ഈ വഴിയും ഈ ഹോട്ടലുമൊക്കെ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചോ. ഞാൻ നേരത്തെ പറഞ്ഞ സർപ്രൈസിൽ പെടുന്നതാണ് ഇതും. ഈ കാണുന്ന മതിലുകളും ഒക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്കുള്ള സർപ്രൈസ് അതിലുണ്ട്. ഇതാണ് സാബി എന്ന് പറയുന്ന ഹോട്ടൽ. ആ കാണുന്ന കോണിപ്പടികളും നോക്കി വെച്ചോ. ഇത് ഇവിടെയുള്ള സാബിയിലെ ഫുഡ് മെനു ആണ്. മര്യാദയ്ക്ക് കാണില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ കാര്യമായിട്ട് കാണിക്കില്ല. ആൾക്കാരുകൾ വന്നിട്ട് അവിടുത്തെ റേറ്റും കാര്യങ്ങളും നോക്കിയിട്ട് കയറാനുള്ള പരിപാടിയാണ്. ആ കാണുന്ന സായിപ്പും മദാമയും. ഇത് സാബിയുടെ സ്വിമ്മിംഗ് പൂളാണ്. ഇതും ഒന്ന് നോക്കി വെച്ചോ. ഇതെല്ലാം മറ്റൊരു വീഡിയോയിൽ സർപ്രൈസ് പറഞ്ഞല്ലോ, അതിൽ പെടുന്നതാണ്. ഈ കല്ലുകളും ഇവിടം വരെയാണ് എൻ്റെ സർപ്രൈസ് ഉള്ളൂ. ഇതാണ് ഹിൽട്ടൻ്റെ മുകൾ ഭാഗം. അവിടെ കാണുന്നതും ഈ ഭാഗത്തും ഞാൻ സർപ്രൈസ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് നിങ്ങൾക്കുള്ളത്. ഇനി വരാൻ പോകുന്ന ഭാഗത്തും സർപ്രൈസ് ഉണ്ട്. സർപ്രൈസ് വേറൊന്നല്ല, അതൊരു ഞാനിവിടെ വന്ന് കയറിയിട്ടുള്ള ഇതിൻ്റെ ബന്ധപ്പെട്ടതാണ്. ഇവിടെ ആൾക്കാരെല്ലാം മെയിനായിട്ട് പട്ടികളെ കൊണ്ട് നടക്കും. ആ പട്ടി നമ്മളെ കടിച്ചു കഴിഞ്ഞാൽ 9,000 യൂറോ വരെ നമുക്ക് കിട്ടും. ഈ കാണുന്ന റെസ്റ്റോറൻറ്റും ഒന്ന് നോക്കി വച്ചേക്കണേ. ഇതെല്ലാം ആ സർപ്രൈസിൽ പെടുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഇത്തിരി ലെങ്ത് ആവുന്നുണ്ട്, കാരണം എൻ്റെ ചില ഫ്രണ്ട്സ് എല്ലാം പറഞ്ഞു വീഡിയോസെല്ലാം വളരെ ചെറുതാണ്, ഷോർട്സ് പോലെ ഇരിക്കണത്. അപ്പോൾ ഇത്തിരി വലിയ ലെങ്ത്തുള്ള വീഡിയോസായിട്ട് എടുക്കാനായിട്ട് ഈ ബുഷും കാര്യങ്ങളും നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കി വെച്ചോളൂ കേട്ടോ. ഇതിലും സർപ്രൈസ് കിടക്കുന്നുണ്ട്. ഇതാണ് മാൾട്ടയിലെ ബീച്ചിലെ കാഴ്ചകൾ. ഇനിയും ഒരുപാടുണ്ട്. ആ കാണുന്ന അവിടം വരെ പോയി ഇപ്പോൾ വീഡിയോ എടുക്കാൻ എന്നെ കൊണ്ട് വയ്യാത്തത് കൊണ്ട് ഞാൻ മറ്റൊരു ദിവസം ഡേ ടൈമിൽ പോയി എടുക്കാം. ഇതാണ് 9 ലൈഫ് എന്ന് പറയുന്ന ഒരു പബ്ബാണത്. ഇതിൻ്റെ വീഡിയോ
ഞാൻ എടുക്കാവുന്ന മാതിരി ഞാൻ എടുത്ത് കാണിച്ചു തരാം. കാരണം കണ്ടോ, ഇവിടെയൊക്കെ സീസണിൽ ഈ നേരമാകുമ്പോൾ മുഴുവൻ ആളുകൾ നിറഞ്ഞ് ഡാൻസും പാട്ടും കൂത്തുമൊക്കെയാണ് നടക്കുന്നത്. അതുപോലെ തന്നെ ഇനി അടുത്ത ഒരു ഷോപ്പ് പരിചയപ്പെടുത്തി തരാം. അത് സ്റ്റാർബക്സ് എന്ന് പറയുന്ന ഷോപ്പാണ്. ഇത് വേൾഡ് വൈഡ് ഉണ്ട് സ്റ്റാർബക്സ്. ഇവിടെ അത്യാവശ്യം നല്ല പോലെ കച്ചവടം ഉണ്ടാവും സീസണിൽ. കാരണം എല്ലാ ടൂറിസ്റ്റുകാരും ഇവിടെ നമുക്ക് വൈകുന്നേരം വന്നിരിക്കാം, മൊബൈൽ നോക്കാം, സിഗരറ്റ് വലിക്കേണ്ടവർക്ക് സിഗരറ്റും വലിക്കാം, ഒക്കെ ചെയ്യാം. അതിനുള്ള സ്ഥലമാണ്. ഇവിടെ ഏർലി മോർണിംഗ് 3 മണി 4 മണി വരെ ഫുൾ ടൈം കൂടെ ആളുണ്ടാവും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പാർട്ടി. ഇവിടെ ഞാൻ വരുന്ന ടൈമിൽ സീസണിലൊക്കെ മുഴുവൻ ആളുകൾ നിറഞ്ഞ് ഡാൻസും പാട്ടും എല്ലാമായിരുന്ന ഒരു സ്ഥലമായിരുന്നു. ഇപ്പോൾ സീസൺ കുറഞ്ഞ കാരണം ഇവിടെ കാര്യമായിട്ട് ആളുകളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾക്ക് വീഡിയോ എടുത്തു തരാൻ എൻ്റെ കയ്യിൽ വേറെ വീഡിയോ ഒന്നും എടുത്തു വച്ചിട്ടില്ല. അല്ലെങ്കിൽ ഈ കാണുന്ന സ്ഥലത്തെല്ലാം നിറയെ ആളുകളും മദ്യപാനവും ഡാൻസ് കളിയും എല്ലാം കൂടി ഇവിടെ നിറച്ച് ആളുകളായിരിക്കും. ഇതാണ് ബീച്ച് വരുന്നത്. ഇവിടെ അത്യാവശ്യം ആളുകളൊക്കെ ഇരിക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്. മാൾട്ടയിലെ ആളുകൾ പരമാവധി വൈകുന്നേരങ്ങളിൽ ഫാമിലിയുമായി വന്നിരുന്ന് ഭക്ഷണം കഴിക്കലാണ് ഇവരുടെ മുഖ്യ വിനോദം. അതിൻ്റെ കൂടെ മദ്യപാനവും ചെറുതായിട്ട് നടത്തും. ഒരുപാട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം ചിലപ്പോൾ എന്നെ പിടിച്ചടിക്കും. നല്ല തല്ല് നാട്ടിൽ നിന്ന് ഇന്നവരെ കിട്ടിയിട്ടില്ല, പിന്നെ എനിക്ക് ഇവിടെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഇതാണ് മാൾട്ടയിലെ നൈറ്റ് ലൈഫ്. നിങ്ങൾക്ക് വേണ്ടി വേണമെങ്കിൽ ഞാൻ അവിടം വരെ പോയി കാണിച്ചു തരാം. കാരണം എനിക്ക് ആൾക്കാർ വരുമ്പോൾ വീഡിയോ എടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം ആൾക്കാർ ചിലപ്പോൾ അവരുടെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ചിലപ്പോൾ എന്നെ തല്ലിയാലോ. അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ കട്ട് ചെയ്ത് ഓഫ് ചെയ്ത് പിന്നെ വീണ്ടും വീഡിയോ എടുക്കുക ചെയ്യുക. നല്ല നാട്ടിൽ കിടന്നിട്ട് തല്ലുകൊള്ളാണ്ട് ഇവിടെ വന്ന് തല്ലുള്ള എന്നെ കൊണ്ട് വയ്യാത്തതുകൊണ്ടാണ് കേട്ടോ. തരക്കേടില്ലാണ്ട് ഒരു ജോലി കിട്ടി ഇപ്പോൾ പോകണുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആരും അറിയാതെ വേണമെങ്കിൽ വീഡിയോ എടുത്തു തരാം. ആളുകൾ വരുമ്പോൾ ഞാൻ ബീച്ച് സൈഡിലേക്ക് തിരിക്കും. അതിലാരും തെറ്റിദ്ധരിക്കേണ്ട. ഈ കുട്ടപ്പേട്ടന് വീഡിയോ എടുക്കാറില്ലേ എന്നും വിചാരിക്കരുത്. ആൾക്കാരുടെ വീഡിയോ എടുക്കാമെന്ന് വെച്ചിട്ട് ഞാൻ സൈഡിലേക്ക് തിരിച്ച് നിങ്ങൾക്ക് കടൽ കാട്ടിത്തരുന്നതാണ്. അല്ലാതെ എനിക്ക് വീഡിയോ എടുക്കാൻ അറിയാണ്ടല്ല എന്ന് നിങ്ങളോട് പറയുകയാണ് ഞാൻ. കണ്ടോ, മുകളിലിരുന്ന് ഭർത്താവും ഭാര്യയും കൂടി ഒരുമിച്ചിരുന്ന് മദ്യം കഴിക്കുന്ന സ്ഥലമാണ് ഈ പറയുന്ന യൂറോപ്പും പാശ്ചാത്യ രാജ്യങ്ങളും. ഇതാ കുട്ടികൾ പന്തുമായി പാതിര നേരത്ത് കളിക്കാൻ പോകുന്നു. നിങ്ങൾക്ക് വേറൊരു കൂട്ടം കാട്ടിത്തരാം. മാൾട്ടയിലെ വാഗമാമ എന്ന് പറയുന്ന ഹോട്ടലിൽ നമ്മൾക്ക് വളരെ ചിരിപ്പിക്കുന്ന, എന്നെ വന്ന് ചിരിപ്പിച്ച് കളഞ്ഞ ഒരു ലൈറ്റ് ഉണ്ട്. അതാണ് ഇതാ കാണുന്ന. നമ്മുടെ നാട്ടിൽ പഴയ നമ്മളുടെ അപ്പൂപ്പന്മാരുമെല്ലാം കഞ്ഞി മോന്തുന്ന പോലുള്ളൊരു എംബ്ലമാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇതെന്നെ ഒരുപാട് ചിന്തിപ്പിച്ചു. ഇവിടെ ഒരാളും ഇങ്ങനെ കഞ്ഞി മോന്താറില്ല. എന്തുകൊണ്ടാണ് ഇവർ അങ്ങനെ ഒരു എംബ്ലം വെച്ചിരിക്കണതെന്ന് എനിക്ക് ആലോചിച്ചിട്ട് ഒരു എത്തും പിടുത്തം കിട്ടില്ല. ഈ ഹോട്ടലിൻ്റെ പേരാണ് സീ വ്യൂ. അത് ഞാൻ നിങ്ങൾക്ക് വെട്ടിപ്പായിട്ട് എടുത്ത് കാണിച്ചു തരാം.
ഇതാണ് സീ വ്യൂ എന്ന് പറയുന്ന ഹോട്ടൽ. തിരക്കേടില്ലാത്ത റൂമുകളും കാര്യങ്ങളുമാണ്. അതിൻ്റെ ഫുള്ളായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഞാൻ റോഡിൻ്റെ അപ്പുറത്ത് നിന്നെടുത്ത് കാണിച്ചു തരാം. ഇതാണ് ആ ഹോട്ടലിൻ്റെ ഫുൾ വ്യൂ. ഇവിടെ നിന്നും കിട്ടുന്നില്ല. അപ്പം ഞാൻ അപ്പുറത്തെ സൈഡിലേക്ക് പോകാം. നേരത്തെ കാണിച്ചു തന്ന ഐസ്ക്രീം കൂട്ടം ഉണ്ടായിരുന്ന സ്ഥലമാണിത്. ഇതിപ്പോൾ ഒന്നുമില്ലാണ്ടായിപ്പോയി, ആളുകളൊക്കെ പോയി. മാൾട്ടക്കാർക്ക് ഇവിടെ മെയിനായിട്ട് ഐസ്ക്രീം തീറ്റയാണ് ഈ തണുപ്പ് നേരത്ത്. ഇത് ചാറ്റർ ബോക്സ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ. ഇവിടെയൊക്കെ ഒരു മസാല ദോശയ്ക്ക് 15 യൂറോ എത്ര വേണ്ടാണെന്നൊക്കെയാണ് പറയണത്. എനിക്കറിയില്ല. ഞാൻ ഒരാൾക്കും പ്രൊമോഷനും കൊടുക്കാനില്ല. മാൾട്ടയിലുള്ള കാര്യങ്ങൾ പച്ചയായി തന്നെ ഞാൻ എല്ലാവർക്കും പറഞ്ഞു തരുന്നതായിരിക്കും. പ്രൊമോഷന് ഞാനില്ല, അതിനുള്ള ആളായിട്ടുമില്ല ഞാൻ. ഇത് ഇവിടുത്തെ വേറൊരു ഹോട്ടലാണ്. ഹോട്ടലിൻ്റെ പേര് പിസ്സ പാസ്ത. എല്ലാവരും മദ്യപാനവും കാര്യങ്ങളുമാണ്. നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് വീഡിയോ എടുക്കാൻ പേടിയാണ് ആളുകൾ വരുമ്പോൾ. കാരണം നമ്മൾ ഒരു വ്ളോഗറായിട്ട് ഒന്നറിയപ്പെടാൻ വേണ്ടിയിട്ടൊന്നല്ല, മാൾട്ടയിലുള്ള വിശേഷങ്ങൾ നിങ്ങളെ അറിയിക്കാൻ വേണ്ടി ഞാനൊരു ചാനൽ തുടങ്ങിയതാണ്. വ്ളോഗർ എന്ന് പറയാനുള്ള സെറ്റപ്പൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഇവിടെ വീഡിയോ എടുത്ത ആൾക്കാരിൽ നിന്ന് തല്ലു മേടിക്കാനുള്ള ആഗ്രഹവും ഇല്ല. ഇത്ര നേരം ഞാൻ അങ്ങോട്ട് പോയപ്പോൾ അപ്പുറത്തെ സൈഡായിരുന്നു. ഇനി ഇപ്പുറത്തെ സൈഡ് വരാം. ആദ്യം ഞാനൊന്ന് റോഡ് ക്രോസ് ചെയ്യട്ടെ. റോഡ് ക്രോസ് ചെയ്യാൻ വണ്ടികളുള്ള കാരണം എനിക്ക് പേടിയാണ്. ഇത് മറ്റൊരു റെസ്റ്റോറൻ്റാണ്. സീസണുകളിൽ ഇവിടെ എല്ലാം നല്ല തിരക്കാണ്. ഇപ്പോൾ പൂരം കഴിഞ്ഞാൽ പൂരപ്പറമ്പ് പോലെയുണ്ട്. ഈ സ്റ്റോപ്പിലാണ് ഞാൻ എന്നും ബസ് ഇറങ്ങിയിരുന്നത്. ഇപ്പോൾ ഇവിടെ ആ ഭാഗത്തായി റോഡ് പണി നടക്കുന്ന കാരണം ബസ്സുകളൊന്നും വരുന്നില്ല. ബസ്സുകളെല്ലാം വേറെ വഴിയാണ് വരുന്നത്. ഇവിടെയെല്ലാം നിറച്ച ആളുകൾ നിൽക്കുന്ന സ്ഥലമായിരുന്നു. എല്ലാവരും വന്ന് സൊറ പറഞ്ഞിരുന്ന് സംസാരിച്ച് മദ്യം ബീറൊക്കെ കഴിച്ചിരുന്ന സ്ഥലമാണ്. ഇവിടെയും ഒരാളുമില്ല ഇപ്പോൾ. അല്ലെങ്കിൽ ഈ നേരത്തൊക്കെ ഇവിടെ നിറച്ച ആളുകളായിരിക്കും. ഇത് മറ്റൊരു ഹോട്ടലാണ്. ഹോട്ടലിൻ്റെ പേര് എനിക്കറിയില്ല. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഞാൻ മറയ്ക്കാൻ കാരണം ആളുകൾ വരുന്നതുകൊണ്ടാണ്. എനിക്ക് തല്ലുകൊള്ളാൻ വയ്യ. ഇതാണ് ആ ഹോട്ടലിൻ്റെ ഒരു ലുക്ക്. ഈ റോഡ് ഇവിടെ നിന്ന് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇതിലെ ബസ് വരാത്തതും ഒക്കെ ചെയ്യുന്നത്. കോസ്റ്റ കേവ് എന്നാണ് ഈ റെസ്റ്റോറൻറ്റ് പറയണത്. ഇവിടെയും നിറയെ ആളുകളുള്ള സ്ഥലമാണ്. പക്ഷേ എന്ത് ചെയ്യാം, സീസൺ ഡിമ്മായി. ഇത് ഫ്ലൂയിഡ് ബ്രിസ്റ്റോ സ്റ്റീക്ക് ഹൗസ്. ആളുകൾ വരുന്നതുകൊണ്ടാണ് ഞാൻ വീഡിയോ മറക്കണത്. അതിലെന്നോട് ദേഷ്യം തോന്നരുത്. ഇത് ഈ ഹോട്ടലിലെ ഫുഡ് മെനു ആണ്. നിങ്ങൾക്ക് കാണാമോ എന്നെനിക്കറിയില്ല. ഇതൊരു ഇറ്റാലിയൻ കിച്ചൺ എന്ന ഹോട്ടലാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ ബ്ലോക്കായ കാരണം ഇത് നടപ്പാതയാക്കിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ.
ഇത് HSBCയുടെ ഒരു ATM കൗണ്ടറാണ്. ആളുകൾ വരുന്നത് കൊണ്ടാണ് ഞാനത് എപ്പോഴും പറയുന്നില്ല, എനിക്ക് ക്യാമറ മറക്കേണ്ടി വരുന്നത്. നമ്മളായിട്ട് ഒരാൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കണ്ട, അവരുടെ നിന്ന് തല്ലും പേടിച്ച് വയ്ക്കണ്ടെന്ന് വെച്ചിട്ടാണ്. ആ കാണുന്നതാണ് മാക്ഡോണൽഡ്സ്. അതിൻ്റെ മുന്നിൽ പോയി തന്നെ നിന്ന് ഞാൻ നിങ്ങൾക്ക് വീഡിയോ എടുത്തു തരുന്നതായിരിക്കും. ഇത് ടൂർ ഇൻഫോർമേഷൻ സെൻറ്റർ. ഇവിടെയും ഈ നേരത്തെ പറഞ്ഞ പോലെ സീസണുകളിൽ നിറയെ ആളുകളായിരിക്കും. ഈ വഴി ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കളേഴ്സ് ഓഫ് മാൾട്ട എന്ന് പറയുന്ന ഷോപ്പാണ്. ഇവിടെ ഡ്രസ്സുകളും കീ ചെയിനുകളും എല്ലാം ഉണ്ട്. ഇതാണ് ഇവിടുത്തെ മാക്ഡൊണാൾഡ്സിൻ്റെ ഷോപ്പ് വരുന്നത്. ഞാനിവിടെ എൻ്റെ റെസ്യൂമ് കൊണ്ട് കൊടുത്തതായിരുന്നു ഇവിടെ വന്ന ഉടനെ. പക്ഷേ അതും നടന്നില്ല. ഇവിടെ ജോലിക്ക് ആളെ എടുക്കണമെങ്കിൽ സ്കിൽ പാസ് വേണം. അതുകൊണ്ട് എനിക്ക് ജോലി കിട്ടിയില്ല. അപ്പോൾ ഇവിടെ എല്ലാം ബ്ലോക്കാക്കി. ഈ വീഡിയോ 31 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ക്ലോസ് ചെയ്യാണ്. ഒരുപാട് ലെങ്ത്തിൽ വീഡിയോ എടുത്താൽ നിങ്ങൾക്ക് എന്നോടും ദേഷ്യം തോന്നും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബായ് പറയുകയാണ്.